മടിയിൽ ഈശോയെ വെച്ചുകൊണ്ട് ഇങ്ങനെ മടിയിലേക്ക് നോക്കിയിരിക്കുന്ന അമ്മയുടെ രൂപം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഏതൊരു സ്ത്രീക്കാണ് സാധിക്കുക സ്വന്തം മകൻ്റെ, അതും ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മകൻ്റെ മൃതശരീരം മടിയിൽ വെച്ചുകൊണ്ട് ഇത്ര ധീരതയോടെ ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുക, ശക്തി ഉണ്ടാവുക? സാധാരണക്കാർ കെട്ടിമറിഞ്ഞ് വീഴും, ഏതമ്മയാണെങ്കിലും. പക്ഷേ നമ്മൾക്ക് പിയത്ത നമ്മൾ കണ്ടിട്ടുണ്ട്, മകൻ്റെ മൃതശരീരം മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരമ്മ. അത് ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടനമായിട്ടാണ് ഞാൻ കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, താങ്ങാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ചിലരുടെ മരണം, വേർപാട്, അപകടങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ എനിക്ക് ധീരതയോടെ നേരിടാൻ ശക്തി കിട്ടണമെങ്കിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം ദൈവത്തിൽ. മടിയിൽ വെച്ചിരിക്കുന്ന യേശുവിലേക്ക് നോക്കിക്കൊണ്ട് മനസ്കട്ടിയോടുകൂടി ആ സാഹചര്യത്തെ നേരിടുന്ന അമ്മയുടെ മനോഭാവം നമുക്കും ഉണ്ടാകണം. നമുക്കും യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, ഉത്തിതനായ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തി സംഭരിച്ച് ഏത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ടുള്ള കെൽപ്പ് സ്വന്തമാക്കാം. അതിനും വേണ്ടിയുള്ള ശക്തിക്കായിട്ടും നമുക്ക് മാതാവിനോട് മാധ്യസ്ഥ യാചിക്കാം.